My name is Matthew Stephen, practicing chartered accountant in UK, qualified from the Institute of Chartered Accountant in England and Wales. ഏജൻസി വർക്കേഴ്സിന് ട്രാവൽ അലവൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കുമോ? ധാരാളം പേരാണ് UK-യിൽ ഏജൻസി വഴി വർക്ക് ചെയ്യുന്നത്. പെർമനൻറ്റ് ജോബിന് പകരം ഏജൻസി വഴി പല സ്ഥലങ്ങളിൽ, പല വർക്ക് പ്ലേസുകളിൽ വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് കൂടുതലായിട്ട് ട്രാവൽ അലവൻസ് വരുന്നു. ഈ അലവൻസ് അവർക്ക് അവരുടെ വേജസിൽ നിന്ന് കുറയ്ക്കാൻ പറ്റുമോ? ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ട്രാവൽ അലവൻസ് എന്ന് ക്ലെയിം ചെയ്യാൻ സാധിക്കുമോ? സ്വന്തം കാറാണ് ഉപയോഗിക്കുന്നതെങ്കിൽ മൈലേജ് അലവൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കുമോ? നിങ്ങൾ ഏജൻസി വഴി വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് നിങ്ങൾ കമ്പ്യൂട്ട് ചെയ്ത് വർക്ക് പ്ലേസിൽ എത്തുന്ന ആ ട്രാവൽ അലവൻസ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയില്ല. അതിനെ പെർമനൻറ്റ് വർക്ക് പ്ലേസ് എന്ന രീതിയിലാണ് കണക്കാക്കുന്നത്. ഇതുപോലെ തന്നെയാണ് നിങ്ങളുടെ ലാസ്റ്റ് വർക്ക് സൈറ്റിൽ നിന്ന് നിങ്ങളുടെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന അതും കമ്പ്യൂട്ട് ചെയ്ത് ട്രാവൽ അലവൻസ് എന്ന രീതി ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതല്ല. എങ്ങനെയാണ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത്? ഒരു ദിവസം തന്നെ പല സൈറ്റുകളിൽ പോവുകയും നിങ്ങളുടെ ആദ്യത്തെ സൈറ്റിൽ നിന്ന് രണ്ടാമത്തെ സൈറ്റിലേക്ക് പോകുന്ന ആ ട്രാവൽ അലവൻസ് മാത്രമാണ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. സാധാരണ പലരും ഇത് തെറ്റിദ്ധരിച്ച് അവർ ഏജൻസി വർക്ക് ആയതുകൊണ്ട് അവർക്ക് വർക്ക് പ്ലേസിലേക്കുള്ള ട്രാവൽ അലവൻസ് ക്ലെയിം ചെയ്യുന്നതായി കാണുന്നു. ഇത് തീർച്ചയായിട്ടും തെറ്റാണ്. ഇങ്ങനെ ക്ലെയിം ചെയ്യുന്നത് HMRC കണ്ടുപിടിക്കുകയും നിങ്ങൾക്ക് ടാക്സ് തിരിച്ച് കൊടുക്കേണ്ടതായി വരുന്നു. ഏജൻസി വർക്കിൽ നിങ്ങൾക്ക് കിട്ടുന്ന സെപ്പറേറ്റ് ഷിഫ്റ്റ് ഒരു പെർമനൻറ്റ് വർക്ക് പ്ലേസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. അത് നിങ്ങൾ വീട്ടിൽ നിന്ന് ആ വർക്ക് പ്ലേസിലേക്ക് കമ്പ്യൂട്ട് ചെയ്യുന്ന ട്രാവൽ കോസ്റ്റ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ സാധിക്കുകയില്ല. ഒരു ദിവസം തന്നെ പല സ്ഥലങ്ങളിൽ ജോലി ചെയ്യേണ്ടതായി വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ നിന്ന് ഫസ്റ്റ് വർക്ക് പ്ലേസിലേക്ക് കമ്പ്യൂട്ട് ചെയ്യുന്ന കോസ്റ്റ് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ പറ്റത്തില്ല. നിങ്ങളുടെ വർക്ക് പ്ലേസിൽ ലാസ്റ്റ് വർക്ക് പ്ലേസിൽ നിന്ന് വീട്ടിലേക്ക് വരുന്നതും കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റുന്നതല്ല. ഇതിനെ പെർമനൻറ്റ് വർക്ക് പ്ലേസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഉദാഹരണമായിട്ട് 5 ദിവസവും 5 ഡിഫറെൻറ്റ് വർക്ക് സൈറ്റിൽ അല്ലെ നഴ്സിംഗ് ഹോംസ് അല്ലെ ഹോസ്പിറ്റലിലാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് ആ പോകുന്ന ട്രാവൽ അലവൻസ് നിയമപരമായിട്ട് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതല്ല. കാരണം ഏജൻസി വർക്കാണെങ്കിലും ആ വർക്കിനെ പെർമനൻറ്റ് വർക്ക് പ്ലേസ് ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഇങ്ങനെ ഏജൻസി വർക്കേഴ്സിന് അവരുടെ പേ സ്ലിപ്പ് വഴി ട്രാവൽ അലവൻസ് ഡിഡക്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് തിരിച്ചു കൊടുക്കേണ്ടി വരും. കാരണം ഏജൻസി വർക്കേഴ്സിന് ട്രാവൽ അലവൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതല്ല. പെർമനൻറ്റ് വർക്ക് പ്ലേസ് ആയിട്ടാണ് അതിനെ ട്രീറ്റ് ചെയ്യുന്നത്. ഇനി ഒരാഴ്ചയിൽ 5 ദിവസം ഒന്നിൽ കൂടുതൽ സ്ഥലങ്ങളിലാണ് പോകുന്നതെങ്കിൽ ആ പോകുന്ന സ്ഥലത്തെല്ലാം നിങ്ങൾക്ക് ട്രാവൽ അലവൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതല്ല. ട്രാവൽ അലവൻസ് ക്ലെയിം ചെയ്യണമെങ്കിൽ ഒരു ദിവസം തന്നെ ഒന്നിലധികം ഹോമിൽ പോവുകയും ആ ഫസ്റ്റ് സൈറ്റിൽ നിന്ന് നിങ്ങൾ സെക്കൻഡ് സൈറ്റിലേക്കും തേർഡ് സൈറ്റിലേക്കും പോകുന്ന എമൗണ്ടാണ് ട്രാവൽ അലവൻസ് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നത്. ലാസ്റ്റ് സൈറ്റിൽ നിന്ന് നിങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നത് ക്ലെയിം ചെയ്യാൻ സാധിക്കുന്നതല്ല. എംപ്ലോയ്മെൻറ്റ് ഏജൻസിയോ അംബ്രല്ല കമ്പനിയോ മറ്റേതെങ്കിലും എംപ്ലോയിക്ക് ടെമ്പററി വർക്കേഴ്സിന് ട്രാവൽ അലവൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് HMRC റൂൾ പ്രകാരം കറക്റ്റല്ല. നിങ്ങൾ തിരിച്ച് കൊടുക്കേണ്ടതായി വരുന്നു. കാരണം നിയമപരമായിട്ട് ഏജൻസി വർക്കേഴ്സിനെ കണക്കാക്കുന്നത് പെർമനൻറ്റ് വർക്ക് പ്ലേസ് ആയിട്ടാണ്. ഈ കാരണത്താൽ നിങ്ങൾ ക്ലെയിം ചെയ്യാതിരിക്കുക. ഇനി ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക. ഒക്ടോബർ 18 നോർത്താംപ്ടണിൽ വെച്ച് ഇൻഡോ UK ബിസിനസ് ഷോ നടത്തപ്പെടുന്നു. ഈ ബിസിനസ് ഷോയിൽ പങ്കെടുക്കുന്നത് വഴി UK-യിൽ ഒരു ബിസിനസ് തുടങ്ങുവാനും സ്കെയിലപ്പ് ചെയ്യുവാനും മറ്റ് എക്സ്പേർട്ടുകളുമായിട്ട് ഡിസ്കസ് ചെയ്യുവാനുമുള്ള അവസരം കിട്ടുന്നതാണ്. UK ബിസിനസ്സിനെ പറ്റി ഇതിനോടകം 600-ലധികം വീഡിയോ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിരിക്കുന്നു. എന്നും ഈവനിങ് UK ബിസിനസ്സിനെ പറ്റി, UK ടാക്സ് പ്ലാനിങ്ങിനെ പറ്റി, UK എംപ്ലോയ്മെൻറ്റ് ടാക്സിനെ പറ്റി ഒരു വീഡിയോ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നു.